മുതലപ്പുഴയിൽ കാണാതായ ഷിജിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഷിജിന്റെ ഭാര്യ സ്റ്റിജിയാണ് റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുന്നത്. ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ ഫിഷറീസ് മന്ത്രിയും ഒക്കെ അല്പസമയം മുമ്പാണ് ഇവിടെ എത്തി ഇവരെ കണ്ട് ആശ്വസിപ്പിച്ച് പോയത്. ആഭ്യന്തരമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും രണ്ടുപേരും വന്നു ആശ്വസിപ്പിച്ചു. പ്രതീക്ഷയുണ്ടോ? എങ്ങനെയാണ് മുന്നോട്ടുള്ളതിന്? പ്രതീക്ഷയുണ്ട്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നിൽക്കാം, ഞങ്ങൾ പൂർണ്ണമായിട്ട് തിരയുന്നുണ്ട്, തെരച്ചിൽ നിർത്തത്തില്ല, ഷിജിനെ കിട്ടുന്നവരെയും തിരയുന്നു തന്നെയാണ് അവരെനിക്ക് പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞു മുതലപ്പുഴയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കാരണം ഇന്നിപ്പോൾ എനിക്ക് നാളെ എൻ്റെ സഹോദരങ്ങൾക്ക് എൻ്റെ അച്ഛനും എൻ്റെ മാമന്മാരും എൻ്റെ അനിയത്തിയുടെ ഭർത്താവും എല്ലാവരും ഈ കടൽപ്പണിക്ക് പോകുന്നവരാണ്. അതുകൊണ്ട് മുതലപ്പുഴയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചെയ്യാമെന്നാണ് ഉറപ്പ് തന്നിരിക്കുന്നത്. അതെനിക്കൊരു ആശ്വാസകരമായ വാക്ക് തന്നെയാണ്. ചെയ്യാമെന്ന് ഉറപ്പ് തന്നിരിക്കുന്നു. ഫിഷറീസ് മന്ത്രി അടക്കം വന്നില്ല എന്നൊരു പരാതി നമുക്ക് ആദ്യഘട്ടം മുതലുണ്ട്. ഇപ്പോൾ വന്നപ്പോൾ എന്ത് തോന്നുന്നു? സമാധാനമായി, വളരെ സമാധാനം. കാരണം ഇത്രയും ദിവസമായില്ലേ, അവർ ഒരു വാക്ക് പോലെ എന്നെ ഇതുവരെയ്ക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. പക്ഷേ ഇന്ന് വന്നതുകൊണ്ട് എനിക്ക് വളരെ ആശ്വാസകരമാണ്. പിന്നെ എൻ്റെ മോൻ്റെ ചികിത്സ, അവൻ്റെ ഹാർട്ട് പേഷ്യൻ്റാണ്, അറിയാമല്ലോ. അവൻ്റെ ചികിത്സയും അവർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുന്നോട്ട് വെച്ചത് മെയിൻ കാരണം എൻ്റെ ഭർത്താവിനെ എനിക്ക് കിട്ടണം. പിന്നെ രണ്ടാമത്തെ കാരണം പിന്നെ ഒരാൾക്ക് ഇതുപോലെ വരാൻ പാടില്ല. ഞാൻ ഇന്ന് എൻ്റെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ കാരണം ഇന്ന് ഈ മുതലപ്പുഴി കാരണമാണ്. അതുകൊണ്ട് ഇനി ഒരാൾക്ക് ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകരുത്. അതിനവർ ഉറപ്പ് തന്നിട്ടുണ്ട്. എല്ലാവരും ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു സ്റ്റിജി 2 കുഞ്ഞു മക്കളെയുമായിട്ടാണ് ജീവിക്കുന്നത്, സ്റ്റിജിക്ക് ഒരു ജീവിത വരുമാനമാണ് വേണ്ടത്. അങ്ങനെ സർക്കാർ ഒപ്പം നിൽക്കും, ഒരു ജോലിയടക്കം തന്ന് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തോന്നുന്നുണ്ടോ? ജോലിയുടെ കാര്യം അവർ തീരുമാനിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷെ അത് ചിന്തിക്കേണ്ട മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ. എനിക്ക് വേണ്ടത് എൻ്റെ ഭർത്താവ് തന്നെയാണ്. എൻ്റെ ഭർത്താവ് അതിന് ശേഷം പിന്നീടുള്ള കാര്യമാണ്. ഇപ്പോൾ എനിക്ക് വേണ്ടത് എൻ്റെ ഭർത്താവിനെയാണ്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്കുള്ള ചോദ്യങ്ങൾക്ക് ഒരുപാട് ഉത്തരം കിട്ടാതെ കിടപ്പുണ്ട്. അതിനുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്ക് വേണം. അതുകൊണ്ട് എൻ്റെ ഭർത്താവ് എനിക്ക് കിട്ടണം. അതിന് ശേഷം ഞാൻ എന്തായാലും ഉറപ്പായിട്ട് അവർ ഒരു ജോലി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ 11 ദിവസമായിട്ട് തിരച്ചിൽ നടത്തുകയാണ്. ഇനി ഇപ്പോൾ എത്ര ദിവസം ഇങ്ങനെ തിരച്ചിൽ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. അപ്പോൾ ഇനിയും തിരച്ചിൽ തുടരണമെന്ന് തന്നെയാണോ സ്റ്റിജിയുടെ ഒരു ആവശ്യം? തിരച്ചിൽ തുടരണമെന്ന് തന്നെയാണ് എനിക്ക് ആവശ്യം. കാരണം 8 ദിവസമായിട്ട് അവർ ഒരു തിരച്ചിൽ അതെനിക്ക് തൃപ്തികരമല്ലായിരുന്നു. ഇപ്പോൾ 2 ദിവസം കൊണ്ട് അവർ തിരയുന്നുണ്ട്. പക്ഷെ നമുക്കുള്ളൊരു പ്രതീക്ഷ കാണുമല്ലോ, അവർ നമുക്ക് വേണ്ടി ചെയ്യുന്നെന്ന് നമുക്ക് തോന്നുമല്ലോ. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നമുക്ക് നോക്കാം, തിരയണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. കല്ലിൻ്റെ ഇടയിലായിരിക്കുമെന്നാണ് കൂടെയുള്ള ആൾക്കാരൊക്കെ, കടലിൽ പോണവരൊക്കെ പറയുന്നത്. ആ ഭാഗത്ത് നമുക്ക് കൃത്യമായി തിരച്ചിൽ നടത്താനും പറ്റുന്നില്ല. ആ കറക്റ്റ് എൻ്റെ ഭർത്താവിനെ പിന്നെ അവർ കണ്ടിട്ടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് തിരയാൻ പറ്റുന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് അവിടെ വെച്ച് അത് മുടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ എനിക്ക് ഒന്നും കൂടെ തെരച്ചിൽ നടത്തണമെന്ന് തന്നെയാണ് ഞാനിപ്പോഴും പറയുന്നത്. ഈ സ്റ്റിജി പറയുന്നത് ഈ മുതലപ്പുഴയുടെ മൗത്തിൻ്റെ ഭാഗത്ത് വെച്ചാണ് ഷിജിനും സംഘവും ഒക്കെ അപകടത്തിൽപ്പെടുന്നത്. അപ്പോൾ കാണാതായി എന്ന് പറയുന്ന അവിടെ ഇതുവരെയും കൃത്യമായ രീതിയിലൊരു സ്കൂബ ഡൈവിംഗ് തെരച്ചിലൊന്നും നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇന്നലെ സ്കൂബ ഡൈവേഴ്സ് അവിടെ എത്തി തെരച്ചിലിനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നെങ്കിലും അടിയിലോട്ട് പോകുന്തോറും മണ്ണ് പൊങ്ങി വരുന്നു. അതുകൊണ്ട് അവർക്ക് വിസിബിലിറ്റി തീരെ കുറവാണ്, കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇന്നലെ തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്നലെ വൈകുന്നേരത്തോടെ നേവി വന്നെങ്കിലും അവർക്കും ചില ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് കടൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമായിരുന്നു. അതുകൊണ്ട് തിരച്ചിൽ നടത്താൻ സാധിച്ചില്ല. എന്തായാലും തിരച്ചിൽ അവസാനിപ്പിക്കരുത്, സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ള വിശ്വാസമാണ് ഉള്ളത്. ഇന്ന് ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ ഫിഷറീസ് മന്ത്രിയും വന്നു. അതിൽ വലിയ ആശ്വാസമുണ്ട്. എന്തായാലും ആ ആശ്വാസത്തിൽ തന്നെയാണ് താൻ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുമാണ് ഷിജിന്റെ ഭാര്യ സ്റ്റിജി എന്തായാലും റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ സ്മന്ദന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.